ഹലോ, ഗുഡ് ഈവനിങ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ക്ലിയർ ആണല്ലോ? വോയിസ് ക്ലിയർ ആണല്ലോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെക്റ്റാങ്കുലർ ഫ്രൂട്ടിങ്ങും അതുപോലെ ട്രപ്പിസോയിഡൽ ഫ്രൂട്ടിംഗ് ആണ് എടുത്തത്. അടുത്ത നമുക്ക് വരുന്നത് സ്ട്രാപ്പ് ഫ്രൂട്ടിംഗ് ആണ്. എന്താണ് സ്ട്രാപ്പ്? നമുക്ക് ഈ പ്ലാനിൽ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? സിംഗിളായിട്ടുള്ള രണ്ട് ഫ്രൂട്ടിങ്ങുകളെ തമ്മിൽ ഒരു സ്ട്രാപ്പ് കണക്ട് ചെയ്തിരിക്കണം. മനസ്സിലായി? ഇതാണ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് സിംഗിളായിട്ട് വരുന്ന ഫ്രൂട്ടിങ്ങുകൾ, അതിനൊരു സ്ട്രാപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കണം. ഇതിനെയാണ് സ്ട്രാപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫ്രൂട്ടിംഗ് എന്ന് പറയാം. ക്ലിയർ ആയോ? അതായത് സിംഗിളായിട്ടുള്ള രണ്ടെണ്ണമാണ് വരുന്നത്. ഫ്രൂട്ടിങ്ങിൽ ഓരോ കോളംസ് വെച്ച് വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യാണ്? ഒരു സ്ട്രാപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? സ്ട്രാപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കാൻഡിലിവർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയാം, ഫ്രൂട്ടിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. കണ്ടോ? സ്ട്രാപ്പ്, ഈ ഒരു പൊസിഷനാണ് സ്ട്രാപ്പ് എന്ന് പറയുക. അതായത് ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഇതിനെ സ്ട്രാപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയാം? അല്ലെങ്കിൽ എന്ത് പറയാം? കാൻഡിലിവർ ഫ്രൂട്ടിംഗ്, കാൻഡിലിവർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫ്രൂട്ടിംഗ് എന്നും പറയാം. അപ്പോൾ നോക്കിയേ, പ്ലാൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള പറയും. പ്ലാൻ നോക്കി പറഞ്ഞേ. പില്ലർ സെന്റർ ടു സെന്റർ, സ്ട്രാപ്പ് വിഡ്ത്ത്, സ്ട്രാപ്പിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? പില്ലറിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. പില്ലറിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അത് കോളത്തിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനാണ് വരയ്ക്കുക. ഡാറ്റാസ് ഒന്ന് നോക്കിയേ. കോളം എ ഇതാണ് ഫസ്റ്റത്തെ കോളം, ഫസ്റ്റത്തെ ഫ്രൂട്ടിങ് ഇതാണ്. എത്രയാണ് ഡയമെൻഷൻ? 1000/1000 ആണ് എന്ത് വരുന്നത്? ഫ്രൂട്ടിങ് വരുന്നത്. 1000 mm/1000 mm, 1000 mm/1000 mm ആണ് എന്ത് വരുന്നത്? ഫ്രൂട്ടിങ് വരുന്നത്. ഉള്ളിലുള്ള കോളം എത്രയാണ് വരുന്നത്? 500 mm/500 mm. എന്താണ് അടുത്തത്? ബി. എന്താ വരുന്നത്? ബിയിൽ ഫൂട്ടിങ് സെയിം തന്നെയാണ് വരുന്നത്. എത്രയാണ് വരുന്നത്? 1000/1000, 1000 mm/1000 mm. കോളം എത്രയാണ് വരുന്നത്? 500 mm. കോളം എന്താ വരുന്നത്? 500/500 mm. ക്ലിയർ ആയോ? സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫൂട്ടിങ്ങുകളെയും നമ്മൾ കണക്ട് ചെയ്യുന്ന സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 500 mm തന്നെയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്ലാൻ വരയ്ക്കാം. പ്ലാൻ ആദ്യം എന്ത് വരയ്ക്കാം? എ എന്ന് പറഞ്ഞാൽ കോളം അല്ലെങ്കിൽ ഫൂട്ടിങ് വരയ്ക്കാം. എന്താണ് ആദ്യം ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ പറഞ്ഞത്? 1000/1000
1000 ആണ് വരുന്നത് അല്ലേ? 1000/1000, അതായത് 1000 വരുന്നുണ്ട്. ഏറ്റവും വലിയ വാല്യൂ ഏതാ വരുന്നത്? സ്കെയിൽ ചെയ്ത് നോക്കിയേ. ഏറ്റവും വലിയ വാല്യൂ മൊത്തം എത്രയാണ് വരുന്നത്? 7000/7 ആണ് വരുന്നത് മൊത്തം അല്ലേ? നോക്കിയേ, ഇത് ഫൂട്ടിങ്ങിൻ്റെ എ എന്ന് പറഞ്ഞ ഫൂട്ടിങ് തൊട്ട് ബി എന്ന് പറഞ്ഞ ഫൂട്ടിങ് വരെയുള്ള ലെങ്ത് എത്രയാ? 7000. അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ് വരുന്നത്? ഡെപ്ത് തന്നെയായിരിക്കും വരുന്നത്, 200 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കുക. നോക്കിയേ, 7000 എത്രയിൽ സ്കെയിൽ ചെയ്യാം? ആണ്, സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ 700 വരും. എത്രയിൽ സ്കെയിൽ ചെയ്യാം പറയും? ഇത്ര ഡ്രോയിങ്സ് വരച്ചതല്ലേ, എത്രയിൽ സ്കെയിൽ ചെയ്യാം? 1:50. 1:50 ചെയ്യുമ്പോൾ എത്ര വരും വാല്യൂ? 14 സെന്റിമീറ്റർ. 14. 200-നെയോ? 200 mm എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ എത്ര വരും? 0.4 അല്ലേ? 4. ഇതിൽ ചെയ്യാലോ. അപ്പോൾ 1:50 ആണ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോളം വരയ്ക്കാണ്. 1000/1000 ആണ് വരുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരിക എന്നുള്ളത് പറയൂ. എ കോളം അല്ലെങ്കിൽ കോളം എ. കോളം എ, അതായത് 1000 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? എത്രയാണ് വരിക? 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? 2 സെൻറ്റിമീറ്ററിൽ എന്ത് വരച്ചു? സ്ക്വയർ വരച്ചു. ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. ഇത് വരയ്ക്കാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത എന്താണ് നമുക്ക് ഇതിൽ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ കോളം വരയ്ക്കണം. എന്ത് ചെയ്യണം? സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ വരച്ചിടാം. ഒരു ലൈൻ വരച്ചോട്ടെ. ഓക്കെ, ഈ പ്ലാനിൽ നോക്കിയേ, എവിടെയാണ് കോളം നിൽക്കുന്നത്? എൻഡിലാണ് നിൽക്കുന്നത്. ഒരു കോളത്തിൻ്റെ എൻഡിലാണ് എന്ത് നിൽക്കുന്നത്? എൻഡിലാണ് എന്ത് നിൽക്കുന്നത്? കോളം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ ചെയ്യേണ്ട, എൻഡ് പൊസിഷനിൽ നിന്ന് വരച്ചാൽ മതിയാവും. എൻഡിൽ നിന്ന് എങ്ങനെ വരയ്ക്കാം? നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 500/500 ആണ് കോളത്തിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുള്ളത്. അപ്പം എങ്ങനെ വരയ്ക്കാം? 500-നെ സ്കെയിൽ ചെയ്യൂ. 500 mm എന്ന് പറയുമ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ് വരിക. 50/50 ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 1 സെൻറ്റിമീറ്ററിലാണ് എന്ത് വരിക? കോളം വരുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? മുകളിലേക്ക് 0.5, താഴത്തേക്ക് 0.5 വരയ്ക്കുക. ഇവിടേക്ക് 1 സെൻറ്റിമീറ്റർ വരയ്ക്കുക. താഴേക്ക് വീണ്ടും 1 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇത് ജോയിൻ ചെയ്യാം. ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെ വരച്ചാൽ അതേപോലെ തന്നെ സെൻറ്റർ ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മുകളിലേക്കും കൊടുക്കുക, പകുതി താഴത്തേക്കും കൊടുക്കുക. ഇത് എൻഡിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക? എൻഡിൽ നിന്നുള്ള ഓഫ്സെറ്റ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അവിടെ സെൻറ്ററിലേക്കുള്ള മാർക്ക് ചെയ്ത് വയ്ക്കും. അവിടെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കാറ്. ഇപ്പം എന്താണ്? എൻഡിലാണ് നിൽക്കുന്നത്.
ഓക്കെ, അടുത്ത എന്താണ് ഇതിൽ തന്നിട്ടുള്ളത്? ഒരു ഡൗട്ട് ഉണ്ട്. ഈ 1:50 1:100 എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരേ സ്കെയിൽ തന്നെയാണല്ലോ മാർക്ക് ചെയ്യുന്നല്ലേ? ക്ലിയർ ആയില്ല? നമ്മളിപ്പോ ഒറ്റൊരു സ്കെയിലല്ലേ ഉപയോഗിക്കുന്നത്? 1:50. അല്ല, 1 മുതൽ 15 സെന്റിമീറ്റർ ഉള്ള ഒരു റൂളറല്ലേ സ്കെയില്? അതെ, അതില് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യില്ല. സ്കെയിലിൽ 2 സെന്റിമീറ്റർ ഉണ്ടാവില്ലേ? അതിപ്പോ 1:50 വരക്കുമ്പോഴും അല്ല 1:100 വരക്കുമ്പോഴൊക്കെ 2 സെന്റിമീറ്റർ അല്ല ഇത് കാണിക്കുന്നത്. 1:50 വരക്കുമ്പോഴും 1:100 വരക്കുമ്പോഴൊക്കെ ആ 2 സെന്റിമീറ്ററിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ സ്കെയിൽ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് അത് നമ്മൾ സ്കെയിലിൽ എടുക്കും. പക്ഷെ നമ്മൾ സ്കെയിലിൽ ഇപ്പൊ അളന്ന് നോക്കുമ്പോ 1:100 വരച്ചതും 1:50 വരച്ചതെല്ലാം ഒരേ ഇതിലായിരിക്കില്ല വരാനല്ലേ? അതിന് നമ്മൾ താഴെ എഴുതണം ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm അല്ലെങ്കിൽ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ സെന്റിമീറ്റർ. അത് കൊടുക്കണം. മനസ്സിലായോ? അതായത് 2 സെന്റിമീറ്റർ 2/2 സെന്റിമീറ്റർ കോളം വരുന്നത്. അതെ, അതിപ്പോ 1:100 വരക്കുമ്പോഴും അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാൻ, 1:50 വരക്കുമ്പോഴും അതേപോലെ തന്നെ മാർക്ക് ചെയ്യാൻ. 1:100 മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 സെന്റിമീറ്റർ കിട്ടുക. 1000 ആണ് നമ്മുടെ ഫൂട്ടിങ് വരുന്നത്, 1000 mm. അപ്പോൾ സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 100 വരും. അതിന് നമ്മൾ 100 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര സെന്റിമീറ്റർ വരിക? 1 സെന്റിമീറ്റർ വരുള്ളൂ കോളം. മനസ്സിലായോ? ഹൺഡ്രഡിൽ ചെയ്താലും 50 ചെയ്താലും സെയിം വരില്ല. ഒരു സ്കെയിലിൽ ചെയ്യുന്ന ഒരു ചെറിയ മാറ്റം പോലും അതിന്റെ വാല്യൂല് കാണിക്കും. ഓട്ടോക്കാരിൽ ഇപ്പൊ നമ്മളെല്ലാം മില്ലിൽ വരക്കും, അതിനുശേഷം പിന്നെ അത് ലേഔട്ടിൽ വന്ന് സ്കെയിൽ ചെയ്യല്ലേ ചെയ്യുന്നത്. 1:50 അത് ഡബിൾ ആക്കും. അങ്ങനെ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടാണല്ലോ ഓട്ടോകാഡിൽ വരയ്ക്കുക. ഓട്ടോക്കാരിൽ ഇപ്പൊ നമ്മൾ 1:100 എല്ലാം വരക്കുന്നത്. പിന്നീട് പേപ്പർ ഏതാണ് യൂണിറ്റ് കൊടുക്കുക? ഏതാണ് യൂണിറ്റ് ഓട്ടോക്കാരിൽ വരയ്ക്കുക? 1:1 തന്നെയാണ് എല്ലാം വരക്കുന്നത് നമ്മളിപ്പോ. പിന്നെ നമ്മൾ ഷീറ്റിലാണ് അറേഞ്ച് ചെയ്യാതെ. ലേഔട്ട് വേറെ ഷീറ്റ് ചെറുതാക്കും വലുതാക്കുമാണ് ചെയ്യാറ്. ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വരയ്ക്കുക. അതിൽ നമ്മളൊരു മാറ്റം ചെയ്യില്ല. ഷീറ്റിന്റെ ലേഔട്ട് മാത്രമേ നമ്മൾ മാറ്റുള്ളൂ. ഓട്ടോകാഡും നമ്മുടെ ഹാൻഡ് ഡ്രോയിങ്ങും തമ്മിൽ വ്യത്യാസം അതാണ്. നമ്മൾ ഷീറ്റ് അറേഞ്ച് ചെയ്യും, മറ്റേത് ഡ്രോയിങ്ങിലൊക്കെ അറേഞ്ച് ചെയ്ത് വരയ്ക്കും. ഷീറ്റിൽ വരയ്ക്കുമ്പോൾ മാനുവൽ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഷീറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുറിച്ച് കളയാ എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡ്രോയിങ്ങിൽ മാറ്റം വരുത്തുന്നു വാല്യൂസ്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഓട്ടോക്കാരിൽ വരക്കുമ്പോൾ പിന്നെ 10 എന്നുള്ളത് 10 ഇപ്പൊ 1:5 20 ഒക്കെ ചെയ്യുന്നത് അത് ഒറ്റ സ്കെയിലാണ്. പിന്നെ ലേഔട്ട് പോയിട്ടാണ് നമ്മൾ അത് സൂം ചെയ്ത് വെക്കുകയും. ലേഔട്ട് ചെയ്യുന്നത് ഡ്രോയിങ്ങിന്റെ അല്ലല്ലോ, ഡ്രോയിങ് ഷീറ്റിന്റെ അല്ലേ ലേഔട്ട് ചെയ്യാ. നമ്മൾ ഒരിക്കലും ഓട്ടോകാഡിൽ ഒരിക്കലും ഡ്രോയിങ്ങിന് നമ്മളൊന്നും ചെയ്യില്ല. ഡ്രോയിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലേഔട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പേജ് ലേഔട്ടാണ് നമ്മൾ ശരിയാക്കുന്നത്, അല്ലെങ്കിൽ ഷീറ്റിന്റെ ലേഔട്ടാണ് ശരിയാക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഷീറ്റിന്റെ ലേഔട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രോയിങ്ങിൽ മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഓട്ടോകാഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് സ്കെയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ ആ വാല്യൂസ് ഒക്കെ അതിൽ തന്നെ വരും. അടുത്തത് നമുക്ക് ഇതിൽ എന്ത് കൊടുക്കാം? സ്ട്രാപ്പിന്റെ വിട്ട് കൊടുത്തൂടെ? ഇത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? ഈ സ്ട്രാപ്പിന്റെ വിട്ട് കൊടുക്കാം. എത്രയാ സ്ട്രാപ്പിന്റെ വിട്ട്? ഇതാണ് സ്ട്രാപ്പ്, ഇതാണ് സ്ട്രാപ്പ് വരുന്നത്. ഈ സ്ട്രാപ്പിന്റെ വിട്ട് എത്രയാ വരുന്നത്? 500 mm അല്ലേ? എങ്ങനെ വരയ്ക്കാം? 500 സ്കെയിൽ ചെയ്ത് 1 സെന്റിമീറ്റർ ആണ് വരിക അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തതാണ് 500. എന്താ
സ്ക്രീൻ പോയോ? വരുന്നില്ലല്ലോ. സ്ക്രീൻ പോയി. ഇനി എന്ത് ചെയ്യാം? സ്ട്രാപ്പിൻ്റെ വിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണ് സ്ട്രാപ്പിൻ്റെ വിട്ട് വരുന്നത്? 500 ആണ് വരുന്നത്. നമ്മൾ 500 ഓൾറെഡി സ്കെയിൽ ചെയ്ത് കഴിഞ്ഞു. എത്ര വരുന്ന വാല്യൂ? 500 സ്കെയിൽ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. 1 സെൻറ്റിമീറ്റർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ? വിട്ട് മുകളിലേക്ക് എത്ര കൊടുക്കണം? 0.5 മുകളിലേക്ക് കൊടുക്കുന്നു, 0.5 താഴത്തേക്ക് കൊടുക്കുന്നു, നമ്മൾ വരയ്ക്കുന്നു. ഇത് നമുക്ക് ഡ്രാഫ്റ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ സുഖമാണ്. കാരണം നമ്മുടെ കോളം എന്താണ്? അതേ സെയിം സൈസാണ് അല്ലേ, സെയിം അളവാണ്. അപ്പം നേരെ കോളത്തിൻ്റെ ലൈൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, രണ്ട് കോളത്തിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ലെങ്ത്ത് 7000 ആണ്. ടോട്ടൽ ലെങ്ത്ത് 7000 ആണ്. 7000 വരയ്ക്കാം. 7000 നമുക്ക് എന്ത് വരയ്ക്കണ്ട? സ്ട്രാപ്പ് വരയ്ക്കണ്ട. പക്ഷെ എന്ത് വരയ്ക്കണം? ലെങ്ത്ത് വരയ്ക്കണം. കോളം വരണം അല്ലേ? അപ്പം എങ്ങനെ വരയ്ക്കാം? 7000 ഒന്ന് സ്കെയിൽ ചെയ്തേ. എത്രയാണ് വന്നത് നേരത്തെ? 14 അല്ലേ വന്നേ? 14 അല്ലേ വന്നത്? പറയൂ, എത്രയാണ് വന്നേ? 14. അപ്പം എങ്ങനെ വരയ്ക്കാം? ഈ എൻഡിൽ നിന്ന് 14 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ എത്ര വരുന്നത്? ഫൂട്ടിങ് ഈ സെയിം ഫൂട്ടിങ് തന്നെയാണ് അപ്പുറത്തും വരുന്നത് അല്ലേ? കോളം എ ആണെങ്കിലും കോളം ബി ആണെങ്കിലും ഫൂട്ടിങ് വരുന്നത് സെയിം ആണ്. അപ്പം എന്ത് ചെയ്യാം? ഇവിടെയും 2 സെൻറ്റിമീറ്ററിൻ്റെ എന്ത് വരയ്ക്കണം? 2 സെൻറ്റിമീറ്ററിൻ്റെ കോളം വരയ്ക്കണം, അല്ലെങ്കിൽ ഫൂട്ടിങ് വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കോളം വരയ്ക്കണം. വേണ്ടേ? 14 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ മൊത്തം വരുന്നത്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടല്ലേ കോളത്തിൻ്റെ അല്ലേ? രണ്ട് കോളത്തിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാ? 5000 ആണ് വരുന്നത്. 5000 ഒന്ന് സ്കെയിൽ ചെയ്തേ. 5000 ഒന്ന് സ്കെയിൽ ചെയ്യാം. എത്ര വരുന്നത്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള, അതായത് 10 സെൻറ്റിമീറ്റർ വരെ ആകുമ്പോഴാണ് എന്ത്? കോളത്തിൻ്റെ സെൻറ്റർ ആവുക. ക്ലിയർ ആണോ? എ എന്ന് പറയുന്ന കോളത്തിൻ്റെ, ഇതാണ് എ എന്ന് പറഞ്ഞ കോളം. എ എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ബി എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, നമ്മൾ സ്കെയിൽ ചെയ്ത വാല്യൂ. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൽ വരച്ചു. ഇനി ഇവിടെ വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ?
ഈ സെൻറ്ററിൽ വേണം നമ്മൾ കോളം വരയ്ക്കാനായിട്ട്. ക്ലിയർ ആയോ? സ്ക്രീൻ ഉണ്ടല്ലോ. എങ്ങനെ കോളം വരയ്ക്കാം? 1 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പുറത്തേക്ക് 0.5, ഇപ്പുറത്തേക്ക് 0.5, മുകളിലേക്ക് 0.5, താഴേക്കും 0.5. എന്നിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. എന്തായി അപ്പോൾ? പ്ലാൻ കഴിഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ സെക്ഷൻ വരയ്ക്കാം. സെക്ഷൻ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. സെക്ഷൻ അല്ലെങ്കിൽ എലവേഷൻ കേട്ടോ. എലവേഷൻ വരച്ചാൽ മതി. എങ്ങനെ വരുന്നത്? ഫിഗർ ഒന്ന് നോക്കിയേ. നോക്കിയേ, 2 ഫൂട്ടിങ്. ഈ ഫൂട്ടിങ്ങും ഈ ഫൂട്ടിങ്ങും ഡയമെൻഷൻ അറിയാലോ. 1000 ആണ് വരുന്നത്. ഡെപ്ത് എത്രയാണ് വരുന്നത്? ഫൗണ്ടേഷൻ ഡെപ്ത് 200 mm. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം എന്ത് വരയ്ക്കണം? ടോട്ടൽ ഡിസ്റ്റൻസ് വരച്ചിടാം. എത്രയാ? 14 സെൻറ്റിമീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 14 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എത്രയാ? 200 സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? 0.4. 0.4 ഡെപ്ത് മാർക്ക് ചെയ്തു, വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ഫൂട്ടിങ്ങും അതുപോലെ രണ്ടാമത്തെ ഫൂട്ടിങ്ങും മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്ര വരുന്നത്? 1000 ആണ് വരുന്നത് അല്ലേ? 1000 വരുമ്പോൾ എത്ര വരും വാല്യൂ? 2 സെൻറ്റിമീറ്റർ അല്ലേ? വേറെ മാർക്ക് ചെയ്ത് വരയ്ക്കാം. 2 സെൻറ്റിമീറ്ററിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായി? 2 ഫൂട്ടിങ്ങുകളായി, ഇടയിലുള്ള സ്ട്രാപ്പുമായി. ഇതാണ് കേട്ടോ സ്ട്രാപ്പ്. ക്ലിയർ ആയോ? ഇനി എന്ത് വരയ്ക്കണം? ഇതില് കോളംസ് വരയ്ക്കണം. ട്രാപ്പിന് മലയാളം വേർഡ് എന്താണ്? എന്താ ട്രാപ്പിന്റെ മലയാളം വേർഡ് എന്തായിരിക്കും? കൂട്ടി യോജിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ്. രണ്ട് അറ്റങ്ങളെ ഒരുമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. സ്ട്രാപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയില്ലേ? അതായത് 2 അറ്റങ്ങളെ ജോയിൻ ചെയ്യിക്കാനായിട്ട്. കറക്റ്റായിട്ടുള്ള മലയാളം എന്താണെന്നറിയില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനി ഇതിൽ കോളം എന്താണ്? കോളം എങ്ങനെയാണ് വരുന്നത്? എൻഡിലാണല്ലേ വരുന്നത്. സിമ്പിളായിട്ട് വരയ്ക്കാലോ. 1 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. എൻഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കൊടുത്തു. മുകളിലേക്ക് 1 സെൻറ്റിമീറ്ററിൻ്റെ കോളം വരച്ചു. അടുത്ത കോളം എങ്ങനെ വരുന്നത്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പിടിക്കുക അല്ലേ?
സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പിടിക്കുമ്പോൾ എന്ത് വരും? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ കോളത്തിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടുത്തെ കോളത്തിൻ്റെ സെൻറ്റർ വരെ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതാണ് സെൻറ്റർ. അതിൽ കോളം വരയ്ക്കാം. 1 സെൻറ്റിമീറ്റർ ആണ് കോളം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് 0.5 കൊടുക്കണം, ഇപ്പുറത്തേക്ക് 0.5 കൊടുക്കണം. 1 സെൻറ്റിമീറ്ററിൻ്റെ കോളം വരയ്ക്കണം. ക്ലിയർ ആയോ? ഇത് തന്നെയാണല്ലോ ഇവിടെയോ? പ്ലാനും എലവേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഡ്രോയിങ്സ് ചെയ്യുന്നതൊക്കെ ഒരു റഫായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. വെറുതെ ക്ലാസ്സിൽ ഇരുന്ന് കേട്ടാൽ മാത്രം പോരാ. ഡ്രോയിങ്ങിന് വരുമ്പോൾ ഇത് കയ്യിലുണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രോയിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നാളെ ഓഫ്ലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. ആരൊക്കെ വരണ്ടേന്ന് വെച്ചാൽ ഒന്ന് ഇൻഫോം ചെയ്യുക. എത്ര പേര് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഡ്രോയിങ് ആയിരിക്കും, അതായത് സിവിലിൻ്റെ ഡ്രോയിങ്സ് ഞാനായിരിക്കും എടുക്കുക. ഷീറ്റ്, അതുപോലെയുള്ള മിനി ഡ്രാഫ്റ്റർ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഇതൊക്കെ ആയിട്ട് വരുന്നവർ. അടുത്ത എന്താണ്? അടുത്ത ഡ്രോയിങ് ചെയ്യാം. ക്ലിയർ ചെയ്യട്ടെ? നാളെ വന്നില്ലെങ്കിൽ ഒരു ദിവസം വന്നാൽ ഇൻഫോം ചെയ്തിട്ട് വരൂ കേട്ടോ. എന്നാ വരുന്നേന്ന് ഇൻഫോം ചെയ്തിട്ട് വരൂ കേട്ടോ. ഓക്കെ ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അടുത്ത എന്താണ്? അടുത്ത ഫൂട്ടിങ് നോക്കാം. നോക്കിയേ, ഇത് എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ഫൂട്ടിങ്സ്? റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അതുപോലെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയാം. എന്താണ്? ഒരുപാട് കോളംസിനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതായത് മാറ്റ്, അതായത് ഒരു ഫൗണ്ടേഷൻ, ഒരു ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാറ്റ് പോലെയാണ്. ഇതൊരു മാറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ മാറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഡിസ്റ്റൻസ് വിട്ടിട്ട് കോളംസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് കോളംസ്. നമുക്ക് വേണ്ട രീതിയിലുള്ള ഡിസ്റ്റൻസ് വിട്ടിട്ട് കോളംസ് ചെയ്തിരിക്കണം. താഴെ കൊടുത്തിരുന്ന ഫൂട്ടിംഗ് ആണ് എന്ത്? മാറ്റ് എന്ന് പറയും. മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് എന്ന് പറയും. എന്താണ്? ഒരുപാട് കോളംസിനെ ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇത് ഫൗണ്ടേഷൻ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഫിഗറുകളാണ്. ഫൗണ്ടേഷൻ്റെ ക്ലാസ് എടുത്തപ്പോൾ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് എന്നൊക്കെ പറയാം. മാറ്റ് ഓർ റാഫ്റ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്നും പറയാം. ക്ലിയർ ആയോ? പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിയേ, പ്ലാൻ നോക്കിയേ. വലിയൊരു മാറ്റാണ് തന്നിട്ടുള്ള. മാറ്റിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? നോക്കിയോ, ഒരു എൻഡിലെ എന്താ 6 മീറ്റർ 80 സെന്റി അല്ലേ? MM പറയൂ. MM കൊടുത്തിട്ടുള്ളത് 6800 6800 6800.
ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. 3000 പ്ലസ് ഒരു 4000 പിന്നെ ഒരു 4000 എത്രയാണ് വരുന്നത്? ഇപ്പം മാറ്റ് വരയ്ക്കേണ്ട ഡയമെൻഷൻ എത്രയാ? മാറ്റ് എത്രയല്ല വരയ്ക്കണ്ടേ? 6800. എത്രയല്ല വരയ്ക്കണ്ടേ? 6800 6800. അതിനെ സ്കെയിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതായത് 6800 ബൈ 6800ൻ്റെ വേണം എന്ത് വരയ്ക്കാൻ? സ്ക്വയർ വരയ്ക്കാൻ, അതായത് ഫൂട്ടിങ് വരയ്ക്കാൻ. ക്ലിയർ ആയോ? എന്താ റെക്റ്റാങ്കിൾ എങ്ങനെയാവുക? സ്ക്വയർ അല്ല ആവുക. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? സ്ക്വയർ എന്നല്ലേ പറയാ. രണ്ട് സൈഡ് ഈക്വൽ ആണല്ലോ. നോക്കിയേ, 6800. ഇവിടെ താഴത്ത് നോക്കിയേ, ഒരു 3000 വരുന്നുണ്ട്. പിക്ചറിൽ അത് നിങ്ങൾക്ക് PDF ആയിട്ടുള്ള ഇമേജ് ഞാനിത് PPT ആക്കിയിട്ടുള്ളതാണ്. അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. വാല്യൂസ് നോക്കിയാൽ 3000, ഇവിടെ ഒരു 3000, ഇവിടെ ഒരു 4000. അപ്പോൾ എത്ര വരിക? അല്ലേ, 6800 ആണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 6800 തന്നെയാണ് വരുന്നത്. ഇപ്പം എന്താണ്? ഒരു സ്ക്വയർ ആണ് മാറ്റ് വരുന്നത്. പിന്നെന്താണ്? കോളംസ് തന്നിട്ടുണ്ട്. എത്ര നമ്പർ കോളംസ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 9. എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 numbers. 9 കോളംസ് ആണ് വരുന്നത്. കോളംസിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. എത്രയാ? 300 by 300. 300 by 300 mm ആണ് സൈസ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ PDF അയച്ചിട്ടുണ്ട്, അതൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുക, കയ്യിൽ സൂക്ഷിക്കുക. കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. 300 by 300 mm ആണ്. അതിൻ്റെ എത്ര നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 9 നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കോളങ്ങൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാ? 3000 ആണെന്ന് തന്നിട്ടുണ്ട്. എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? എൻഡ് കോളംസിൽ, അതായത് അറ്റത്തുള്ള കോളംസിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 400 ആണ് വരുന്നത്. നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെയൊക്കെ 400 തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ കേട്ടോ. 400 ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 6800 ആണ്. ചെറിയ വാല്യൂ എത്രയാണ് വരുന്നത്? 300 ആണ് വരുന്നത് അല്ലേ? സ്കെയിൽ ചെയ്ത് നോക്കാം. 6800 അതുപോലെ 300 mm സ്കെയിൽ ചെയ്തിട്ട് പറഞ്ഞ എത്രയിൽ സ്കെയിൽ ചെയ്യണം? One is to 50 അല്ലേ? 1:50 ചെയ്യുമ്പോൾ എത്ര വരും? 6800 എന്ന് പറയുന്നത് 13.6 സെന്റിമീറ്റർ വരും. 13.6. ഇപ്പോൾ 30 ചെയ്യുമ്പോൾ എത്ര വരും? അല്ലെ 300 ചെയ്യുമ്പോൾ എത്ര വരും? 0.6. ചെറുതല്ലേ വരിക? അതെ, റാഫ്റ്റ് വലുതും കോളം ചെറുതുമായിട്ടുള്ള പ്രശ്നമല്ലേ? എന്താ? റാഫ്റ്റ് വലുതാണല്ലോ. റാഫ്റ്റ് വലുതാണ്, പക്ഷെ കോളംസ് ചെറുതായിട്ട് ഫീൽ ചെയ്യും. കുഴപ്പം വരില്ല എന്ന് വിചാരിക്കുന്നു. 0.6
1:25 ചെയ്യേണ്ടി വരും അല്ലേ? 25 ചെയ്താൽ കുറച്ചുകൂടി വലുതാവും, അതായത് ഇതിൻ്റെ ഇരട്ടിയാവും. അതെ 25 1:25 1:50 തന്നെ ചെയ്യാം. ഓക്കെ, സ്കെയില് ചെറുതായിരിക്കും. കോളം വളരെ ചെറുതായിട്ടാണ് കാണാം. 1:50 സ്കെയിൽ ഫിക്സ് ചെയ്യാണ്. വരയ്ക്കാം പ്ലാൻ. ആദ്യം മാച്ച് വരയ്ക്കാം. 6800 സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. 6800 എന്ന് പറയുമ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 13 എത്ര വരുന്നത്? 13.6 വരയ്ക്കാണ്. 6 13.6 ഒരു കോളം വരച്ചു. 13.6 ആണ് കേട്ടോ വരുന്നത്. ഇനി എന്താണ് ഇതിൽ കോളംസ് വരയ്ക്കണം. കോളംസ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിടാം. എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ എത്രയാണ് വരുന്നത്? 400 സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? അതായത് 40/50 എത്ര വരും? 0.8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? 0.8 ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ലൈൻസ് വരച്ചിടാം. ഇതാ 0.8 ലൈൻസ് മാർക്ക് ചെയ്തിടാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടല്ലോ, എന്ത് ചെയ്തിടാ? 0.8 അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടല്ലോ 0.8. അപ്പോൾ നമുക്ക് 4 എൻഡിലുള്ള കോളംസിൻ്റെ എന്ത് കിട്ടി? സെൻറ്ററുകൾ കിട്ടി അല്ലേ? ഇനി അതിൽ കോളം വരച്ചാൽ മതിയല്ലോ, പോരെ? ഇനി എന്താണ്? ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം വരുന്നുണ്ട് അല്ലേ? സെൻറ്ററിൽ വരുന്നില്ലേ ഒരു സെറ്റ്? ഓക്കെ, ഒരു 3 എണ്ണം. അത് നമ്മളെങ്ങനെ വരയ്ക്കാം? എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വരയ്ക്കാം? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാ? റഫറൻസ് സെന്റർ ലൈൻ എന്താ? 3000 mm ആണ് വരുന്നത് അല്ലേ? ഡിസ്റ്റൻസ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 3000 mm ആണ് വരുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? 6 സെൻറ്റിമീറ്റർ. അപ്പം എന്ത് ചെയ്യണം? 6 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതായത് സെൻറ്ററിൽ തന്നെയായിരിക്കും കേട്ടോ. സെൻറ്ററിൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും എത്ര വരുന്നത്? 6 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഇത്ര വലിയ ലൈൻ വരച്ചില്ലെങ്കിലും 6 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ വരുന്ന ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് 9 കോളത്തിൻ്റെയും എന്ത് കിട്ടും? സെൻറ്റർ കിട്ടും. അതിൽ കോളത്തിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്താൽ മതിയല്ലോ, സൈസ് അനുസരിച്ച് വരച്ചാൽ മതിയല്ലോ.
സിമ്പിളാണ് വരയ്ക്കാൻ. ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം. നമുക്ക് തന്നിട്ടുള്ള മാറ്റിൻ്റെ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് ഒരു സ്ക്വയർ വരയ്ക്കുക. എല്ലായിടത്തു നിന്നുള്ള ഡിസ്റ്റൻസ് ഓഫ്സെറ്റുകൾ ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അതായിരിക്കും ഓരോ കോളത്തിൻ്റെയും സെൻറ്റർ പോയിന്റുകൾ. അവിടെ കോളം വരച്ചാൽ മതി. കോളം വരയ്ക്കാന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? കോളം 300/300 വരുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? എത്ര വരിക? 0.6 എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കണം? എല്ലാ സൈഡിലേക്കും എത്ര വെച്ച് കൊടുക്കേണ്ടി വരും? 0.3 വെച്ച് കൊടുക്കുക. കോളംസ് വരയ്ക്കുക. പോയിന്റ് 0.6 അല്ലേ മൊത്തം വരുന്നത്. അപ്പോൾ ഓരോ സൈഡിലേക്കും എത്ര കൊടുക്കണം? ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 0.3 വെച്ച് കൊടുക്കണം. മുകളിലേക്കും താഴേക്കും 0.3 വെച്ച് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് പ്ലാൻ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ലൈൻസ് നമ്മൾ ഏറ്റവും അവസാനം ചെറുതാക്കി വരച്ചാൽ മതി കേട്ടോ. ലൈൻസ് നമ്മളിങ്ങനെ അത്രയും ഡാർക്കൻ ചെയ്ത് വരയ്ക്കണ്ട. നമുക്ക് ജസ്റ്റ് ആ സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് ചെയ്യാന്നുള്ളത്. നമുക്ക് സെൻറ്റർ പോയിന്റ് പെട്ടെന്ന് കിട്ടും. അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം? കോളംസ് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ലൈൻസ് അതായത് പ്രൊജക്ഷൻ ലൈൻ അതായത് ഓഫ്സെറ്റ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് ലൈറ്റായിട്ട് മാത്രം വരയ്ക്കുക. കേട്ടാ? അതായത് ഇതിൽ ബ്ലൂ കൊണ്ട് വരച്ചിട്ടുള്ളതും റെഡ് കൊണ്ട് വരച്ചിട്ടുള്ളതും എന്താണ്? ലൈറ്റായിട്ട് മാത്രം വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കത് മായ്ച്ച് കളയാം. കേട്ടോ? പ്ലാൻ ക്ലിയർ ആയല്ലോ? സെക്ഷൻ വരയ്ക്കാം. സെക്ഷൻ എങ്ങനെ ഇരിക്കുന്നത്? അല്ല, എലവേഷനാണ് കേട്ടോ. എലവേഷനിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? എല്ലാ കോളംസും കാണാൻ പറ്റുമോ? എല്ലാ കോളംസും അതായത് 3 റോ വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് 3 എണ്ണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? അതിനർത്ഥം 3 എണ്ണം മാത്രമേ ഉള്ളൂ എന്നല്ല. എന്താണ് ഇതിൻ്റെ പുറകിലേക്ക് എല്ലാ കോളത്തിൻ്റെ പുറകിലും എന്തുണ്ട്? 2 കോളംസ് വെച്ചിട്ടുണ്ട്. സെയിം സൈസ് ആയതുകൊണ്ട് നമുക്കത് വിസിബിൾ ആവില്ല. നമുക്കിപ്പോൾ അറിയാം ഒരു നല്ല വെയിറ്റും ഹൈറ്റുള്ള ഒരാൾ നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ ഭയങ്കര വണ്ണം കുറഞ്ഞ് ഹൈറ്റ് കുറഞ്ഞ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുമോ? അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരാൾ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റുമോ? ഇല്ല. അതേ സെയിം സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് സെയിം ഡയമെൻഷനുള്ള സൈസുള്ള കോളംസിൻ്റെ ബാക്കിലാണ് എന്ത് വരുന്നത്? അതേ സെയിം ആയിട്ടുള്ള കോളംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റില്ല? ഇതിനിപ്പോൾ പുറകിലുള്ളത് കുറച്ച് ഡയമെൻഷൻ കൂടുതലുള്ളത്. ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ കോളാണെങ്കിൽ നമുക്ക് എന്ത് പറ്റുമോ? നമുക്കത് കാണാൻ സാധിക്കും അല്ലേ? ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിനർത്ഥം ബാക്കിയുള്ള കോളംസ് ഇല്ല എന്നല്ല. എന്താണ്? ഈ 3 കോളംസിൻ്റെ പിറകിലും എന്തുണ്ട്? 2 കോളംസ് വെച്ചിട്ട് ഉണ്ട്. അതായത് ഇതിനെ നമ്മൾ നോക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുക. എവിടെ നിന്ന് നോക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. ഇപ്പം എന്താണ്? ഇത് മാത്രമല്ലേ കാണുള്ളൂ ഫ്രണ്ടിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പം എങ്ങനെ വരയ്ക്കാം? ഫുൾ ലെങ്ത് എത്രയാണ് വരുന്നത്? 6800. 6800 നമ്മൾ സ്കെയിൽ ചെയ്തില്ലേ? എത്ര വന്നു? 13.6 അല്ലേ? ഡെപ്ത് എത്രയാണ് വരുന്നത്? ഡെപ്ത് എഴുതി വെച്ചിരുന്നോ? 600 ആണ് വരുന്നത്. എത്രയാണ്? അതായത് കുറേ കോളംസ് വരുന്നുണ്ട്. ഇപ്പം എന്താണ്? ആ കോളംസിൽ നിന്നൊക്കെയുള്ള ലോഡുകൾ വരും.
അപ്പോൾ എന്താണ് ഡെപ്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? 600 വരുന്നത്. 600 സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? ഡെപ്ത് പറഞ്ഞേ. 300 ചെയ്തപ്പോൾ 0.6 കിട്ടിയത്. അപ്പോൾ 600 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.2 അല്ലേ? 1.2 സെൻറ്റിമീറ്റർ വരച്ചു. ഡെപ്ത് മാർക്ക് ചെയ്തു, വരച്ചു. ഇനി കോളംസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസുകളും ബാക്കിയുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ നിന്നുള്ള എൻഡിൽ നിന്ന് എത്രയായിരുന്നു ഡിസ്റ്റൻസ് വന്നത്? 400 അല്ലേ? 400 എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്ന വാല്യൂ? 0.8 ഡിസ്റ്റൻസ് വിടുക. അവിടെയാണ് എന്ത് വരുന്നത്? കോളത്തിൻ്റെ സെൻറ്റർ വരുന്നത്. ഇനി അടുത്ത കോളത്തിൻ്റെയോ? ഇത് എ എന്ന് പറഞ്ഞ കോളാണ്. ബി എന്ന് പറഞ്ഞ കോളത്തേക്ക് എത്രയുണ്ട്? 3000 അല്ലേ? 3000 സ്കെയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 സെൻറ്റിമീറ്റർ. വീണ്ടും ഒരു 6 സെൻറ്റിമീറ്ററും കൂടി ഉണ്ട് അല്ലേ? ഇവിടെ 0.8, ഇവിടെയും 0.8 തന്നെയാണ് വരുന്നത്. ക്ലിയർ ആയോ? ഇതാണ് എന്ത് 3 കോളത്തിൻ്റെയും സെൻറ്ററുകൾ. ഇനി കോളം വരച്ചൂടെ? എത്രയാണ് കോളത്തിൻ്റെ വരുന്നത്? 0.6 വരുന്നത്. 0.3 ഇപ്പുറത്തേക്ക് കൊടുത്തു, 0.3 ഇപ്പുറത്തേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും 0.3 കൊടുത്തു. ഇപ്പുറത്തും 0.3, ഇപ്പുറത്തും 0.3 വരച്ചു. മനസ്സിലായല്ലോ? ഡെപ്ത് എത്രയാ വന്നേ? 1.2 കേട്ടോ. ക്ലിയർ ആയല്ലോ? സ്ട്രാപ്പും പഠിച്ചു. പിന്നെ എന്തും പഠിച്ചു? കണ്ടിന്യൂസ് അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ പഠിച്ചു കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഡൗട്ട്സ് വല്ലതുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്യും. അപ്പോൾ ഇതുവരെ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്ന് ഡ്രോയിങ് ചെയ്യാത്തവർ എന്നാണ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കുക. അന്ന് ഞാനുണ്ടെങ്കിൽ ഡ്രോയിങ് ചെയ്യാം. അങ്ങനെ ഒരു ഡേറ്റിന് വരിക. എനിക്കറിയാം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിൽ എക്സാമിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റില്ല. പഠിക്കുന്ന കാര്യത്തിൽ അതായത് എക്സാം എപ്പോഴാണ് വരിക എന്നറിയില്ല. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരും. ഡ്രോയിങ്സൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി വരും. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണു. പിന്നെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിന് വരാണ്ട് ഞാൻ വരച്ച് കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് എടുത്ത് തന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫ്ലൈൻ ഡ്രോയിങ്സ് ഒന്നും നമുക്ക് അങ്ങനെ ഓൺലൈനിലായിട്ട് ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് തീരെ വരാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്.